ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ദാമ്പത്യ അവിശ്വസ്തത, ഗർഭം കലക്കി പാപം എന്ന് വേണമെങ്കിൽ പറയാം. ദാമ്പത്യ അവിശ്വസ്തത, ദമ്പതിമാര് അവിശ്വസ്തത കാണിക്കുന്നത് ഒരു ഗർഭം കലക്കി പാപമായിട്ട് അതിനെ കാണാൻ പറ്റും. ചില കരിമരുന്ന് പ്രയോഗങ്ങൾ, ആകാശവിസ്മയം, ഇതൊക്കെ നടക്കുമ്പോൾ ചിലത് വലിയ ശക്തമായിട്ടുള്ള വെടിയൊക്കെ പൊട്ടുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒയ്യോ അത് ഗർഭം കലക്കിയായിരുന്നു. അതുപോലെ തന്നെ ചില മുളകൊക്കെ ഭയങ്കരമായിട്ട് എരിവുള്ള മുളകാണെങ്കിൽ ഒയ്യോ ഇത് ഗർഭം കലക്കിയാണ്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഒരുപക്ഷെ നമുക്ക് പരിചയമാണ്. ഏതാണ്ട് ഇതുപോലെ ദാമ്പത്യ അവിശ്വസ്തതയെ നമ്മൾ കാണേണ്ടത് ഒരു ഗർഭം കലക്കി പാപമായിട്ടാണ്. ഞാൻ ഒരുപാട് വ്യക്തികളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവര്, മാരകമായ രോഗങ്ങൾ വന്നവര്, ഒരുപാട് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായവര്, നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യം നഷ്ടപ്പെട്ടവര്, മക്കളില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവര്, മക്കൾ മൂലം വേദനിക്കുന്നവര്, ഇഷ്ടം പോലെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഞാനിരുന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായൊരു കാര്യം, വളരെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ദാമ്പത്യ അവിശ്വസ്തത അത് സഹിക്കേണ്ടി വരുന്നത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന വേദന എത്ര വലുതാണ്. ജീവിത പങ്കാളിയെ വിശ്വസിച്ചു, പിന്നീട് അവർക്ക് മനസ്സിലായി അവര് അവിശ്വസ്തത കാണിച്ചു എന്നുള്ളത്. അതിവർക്ക് ചങ്ക് തകർക്കുന്നത് പോലത്തെ ഒരു വാർത്തയായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഗൗരവപൂർവ്വം നമ്മൾ എടുക്കുന്നത്, തെറ്റുപറ്റിയെങ്കിൽ എന്ത് നാം ചെയ്യണം, അത് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് 1 കൊറിന്തോസ് 3-ാം അധ്യായം 17-ാമത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഓർത്തിരിക്കുക. 1 കൊറിന്തോസ് 3:17 അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്നിട്ട് പറയാണ്, ഈ ആലയത്തെ തകർക്കുന്നവനെ ദൈവം തകർക്കും. ഏതാണ്ട് ഇതുപോലെ ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്നവനെ ദൈവം തകർക്കും എന്നുള്ളത് ഏതാണ്ട് ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവര് തകർച്ച വരാതിരിക്കാൻ, ഈ ഒരു പാപത്തിലേക്ക് പോകാതിരിക്കണം, എങ്ങാനും ആ പാപത്തിൽ വീണുപോയെങ്കിൽ നന്നായിട്ട് അനുദപിച്ച് അതിൽ നിന്ന് തിരിച്ചു വരണം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വിവാഹം വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വിവാഹം വിജയിക്കാൻ ഈ 3 കാര്യങ്ങൾ ദമ്പതിമാർ ശ്രദ്ധിക്കാതിരുന്നാൽ വിവാഹം വിജയിക്കില്ല. ദമ്പതിമാരിൽ ഒരാള് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും അടുത്തയാള് അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ വിവാഹം വിജയിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, ദമ്പതിമാര് മുപ്പിരിച്ചരടാകണം. സഭാപ്രസംഗൻ 4-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 2 പേർ ചേർന്ന് നിന്നാൽ അത്ര എളുപ്പമാകില്ല. നമുക്കറിയാം, ഒരാൾ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിനേക്കാൾ 2 പേര് ഒന്നിച്ചു പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ ദമ്പതിമാരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം, ഒറ്റയ്ക്ക് കിടന്നാൽ ചൂട് കിട്ടത്തില്ല, 2 പേർ ചേർന്ന് കിടന്നാൽ ചൂട് കിട്ടും. ഒരാള് വീഴാൻ തുടങ്ങുമ്പോൾ മറ്റേയാൾക്ക് താങ്ങി നിർത്താൻ പറ്റും. ഇതെല്ലാം ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ അവസാനം പറയാണ്, മുപ്പിരിച്ചരട് അത്ര വേഗത്തിൽ പൊട്ടത്തില്ല. ഭാര്യയും ഭർത്താവും കർത്താവും ചേരുന്നതാണ് മുപ്പിരിച്ചരട്. ഈ ഒരു കാര്യം ദമ്പതിമാര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ദൈവത്തെ കൂടെ നിർത്താനും അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ മുപ്പിരിച്ചരടായി മാറും. അത് അത്ര വേഗത്തിൽ പൊട്ടത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ദമ്പതിമാർ പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന 1 പത്രോസ് 3-ാം അധ്യായം വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എഫേസസ് 5:22 മുതൽ വായിക്കുമ്പോൾ ദമ്പതിമാരുടെ കടമ പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം. സഭ ക്രിസ്തുവിന് വിധേയപ്പെട്ടതുപോലെ ഒരു ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദമ്പതിമാര് 2 പേരും സ്നേഹിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഈ വചനഭാഗങ്ങൾ നമുക്ക് തരിക. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, ദമ്പതിമാരുടെ വിശ്വസ്തത. ദമ്പതിമാര് വിശ്വസ്തത കാക്കണം. ദൈവത്തിന്റെ ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. ജെറമിയ 31:3-ാമത്തെ വചനം, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. അതാണ് കർത്താവ് പറയുക, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് അനന്തമാണ്, വിശ്വസ്തതയോ അചഞ്ചലം, ചഞ്ചലിക്കാത്ത വിശ്വസ്തത. ഇതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ഇതാണ് ദമ്പതിമാർക്ക് ഉണ്ടാകേണ്ടത്.
അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, വിവാഹത്തിലെല്ലാം അതിൻ്റെതായിട്ടുള്ള നന്മകൾ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സുഭാഷിതങ്ങൾ 5:15 മുതൽ വായിക്കുമ്പോൾ ഇതേക്കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ കിണറ്റിൽ നിന്ന്, നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ നീ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവ മറുനാട്ടിലോ ചന്തസ്ഥലത്തോ ഒഴുക്കിക്കളയരുത്. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉറവ, അതായത് നിന്റെ യൗവനത്തിലെ ഭാര്യ. നിന്റെ ഭാര്യ നിനക്കുള്ളത്, മറ്റൊരുവന്റെ ഭാര്യ അവനുള്ളത്. ഈ ഒരു മേഖലയിൽ ഒരു തെറ്റ് വരരുത്, ഒരു ദാമ്പത്യ അവിശ്വസ്തത ഉണ്ടാകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ദാമ്പത്യ വിശ്വസ്തതയെ തകർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി അതിന് നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ദാമ്പത്യം തകരും. അതിൽ ഒന്നാമത്തേതാണ് വ്യഭിചാരം. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 6:32 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. 1 കൊരിന്തോസ് 6:18 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലണം. ഈ പാപത്തെ നമ്മൾ കാണേണ്ടത് ഇത്രയും ഗൗരവത്തോടു കൂടിയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് അവിഹിതം. ദാമ്പത്യ വിശ്വസ്തതയെ തകർക്കുന്ന ഒരു കാര്യം, നിന്റെ ജീവിത പങ്കാളിയോടൊത്തല്ലാത്ത ലൈംഗിക സുഖാസ്വാദനം, അത് അവിശ്വസ്തതയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായത്തിലൂടെ കടന്നുപോയ ഒരു യഹൂദനും മിദിയാൻകാരിയും ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ഫിനെഹാസ് കണ്ടു. അവൻ്റെ ധാർമ്മിക രോഷം ഉയർന്നിട്ട് അവൻ ചെന്ന് രണ്ടുപേരുടെയും ഉദരം കുത്തി പിളർക്കുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 23:25 എടുത്താലോ, അവിഹിത ബന്ധത്തിൽ നിന്നെങ്ങാനും ഒരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ വേര് പിടിക്കത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ ശാപം പേറുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ ഒരിക്കലും ജന്മം കൊടുക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് മോശമായ ഭാവന. ചിലര് ശാരീരിക ബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ധർമ്മം ജീവിത പങ്കാളിയുമായിട്ടായിരിക്കാം നടത്തുക, പക്ഷേ അവര് ഭാവന കാണുന്നത് മറ്റു ചില വ്യക്തികളെ കുറിച്ച്, ആണുങ്ങളായിരിക്കാം പെണ്ണുങ്ങളായിരിക്കാം, അങ്ങനെയുള്ള അവരുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയ ചില വ്യക്തികളെ ഭാവന കണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നത്, അത് ദാമ്പത്യ അവിശ്വസ്തതയാണ് എന്ന കാര്യം മറക്കരുത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ പാപത്തിൽ വീണുപോയെങ്കിൽ പരിഹാരമുണ്ടോ? പരിഹാരമുണ്ട്. ബാറൂക്ക് 4:27 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, 10 ഇരട്ടി ഉത്സാഹത്തോടെ, പാപം ചെയ്യാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ തിരിച്ചു വരിക. പ്രഭാഷകൻ 21:1 മുതൽ വായിച്ചാൽ, ഇനിമേൽ ആ പാപത്തിലേക്ക് നീ പോകരുത്. വീണ്ടും പ്രഭാഷകൻ 3:30 വായിക്കുമ്പോൾ, നിന്റെ ദാനധർമ്മത്തിലൂടെ നിനക്ക് നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം പുനരാരംഭിക്കാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.